Okay, Google. Kitchen light on. എന്ത് ഇത് എണീക്കുകയല്ല, ഇതേ ഉള്ളൂ ഒരു വഴി. പൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടിരിക്കുക. ദോശയൊക്കെ തരും, നിൽക്കേ. അവള് പോട്ടടാ, സ്കൂളിൽ പോവാം. നിനക്ക് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പിന്നെ പൗഡറൊക്കെ ഇട്ട് വേറെ മണിയൊന്നുമില്ല. ഇട്ടൊക്കെ തരാം, നീ പോ. തുറന്നേ അടുത്ത് കൂട്ടിച്ചാ ഇങ്ങനെ ബാഗ് ഇടണം. ഉള്ള മളയെല്ലാം കൊണ്ട് കളഞ്ഞല്ലോ അല്ലേ. പൊക്കോ. മായക്കണ്ണൻ മഞ്ജുളവർണ്ണൻ. അതൊന്നുമല്ല, ഇത് അവക്ക് മാത്രമായിട്ടുള്ള ഇക്കളാണത്. പിന്നെ എന്നാന്ന് അയ്യോ, എല്ലാ വീട്ടിലും വർത്താനം പറഞ്ഞോണ്ട് നിൽക്കാതെ അങ്ങ് പോകാൻ നോക്ക്. ബസ് വരാറായെങ്കിൽ എല്ലാവരും വിളിച്ച് ഞാൻ പോവാ കേട്ടോ, സ്കൂളിൽ പറയാതെ പോകത്തില്ല. സമയം പോയി. മുണ്ടിപ്പോലെ അടച്ചിട്ട് അച്ഛല്ലേ ഇല്ല, അവിടെ ആരും ഇല്ല. എൻ്റെ വാതിൽ അടച്ചിട്ടേക്കാണ്. നിനക്കറിയാം. ഇല്ല ഇല്ല, വണ്ടിയില്ല, വണ്ടിയില്ല, ആരുമില്ല. അതിനാണോ എവിടെയും പോയി? വാ, സമയം പോയി. അതായിരിക്കുന്നു രാജേട്ടൻ ഉണ്ടോ? അമ്മ എന്തിയേ? അച്ഛനെന്തിയേ? ഹൈദരാബാദിൽ. കൊച്ച് തൊടുപുഴ ഉണ്ടെന്ന്. മാമൻ ഹൈദരാബാദ്. മാമൻ കൊച്ചിൻ്റെ അച്ഛൻ. മാന്റെ പേന വിജേഷ്. മാനുണ്ടോ? അഞ്ജു ഇന്നലെ പറഞ്ഞില്ലേ? അഞ്ജു. ശിവ ലച്ചു. മതിയോ? അപ്പ അമ്മ എന്തിയെ? ബിജി അമ്മ വരുമായിരിക്കും. ബിജിയമ്മേ ഇന്നലെ എന്നാ വരാഞ്ഞേ? എന്താ ഉണ്ടാക്കിയേ? ഇന്നലെ പോയില്ല.
ഇന്നലെ എന്നെ പോകാഞ്ഞെന്ന് പറയാം. എന്താ ഉണ്ടാക്കിയേ? അപ്പം കറിഞ്ഞാ? കടല പിന്നെ കാപ്പി കുടിച്ചോ? ആ കുടിച്ചു. എന്നാ കഴിച്ചേ? എന്നാ കഴിച്ചേ? ദോശ. നാളെ ഉണ്ടോ പഠിത്തം? നാളെ ഇല്ല. നാളെ ഞാനും ഇല്ല. പിന്നെ പഠിത്തം തന്നെയാ? ആ നാളെ തന്നെ ഇല്ലാതെ. ശനിയാഴ്ചയല്ലേ? സെക്കൻഡ് സാറ്റർഡേ അല്ലേ നാളെ? ആ അതെ. വാ ഒപ്പോ പോയിട്ട് വായേ ചുന്തിരി. ഇതെവിടുന്ന് ഈ മണി പ്ലാന്റ് ആണോ ഇത്? ആ ഞാൻ അവിടുന്ന് വെച്ച് കൊടുത്തതാ. ജെസിക്ക് വേണമെന്ന് പറഞ്ഞു. ആ അതപ്പേ അതപ്പോ ജെസി അത് അവിടെ ജോലി ചെയ്യുന്ന ആണോ? അപ്പൊ എവിടെയാ? അവിടെ ഉണ്ട് പണിയാ ആര് അവര്. എന്തെടുക്കുവാ? അതെന്താ ആ ആ നാരായണി പോയാ? ഇല്ല, നാരായണി പോയി. നീ വാ, ഇപ്പം നിന്റെ ബസ് വരും. നീ കടയിൽ പോയി നിൽക്കണ്ട, വേറെ നോക്കാം. വേറെ കല്ലേല് ബസ് വന്നോ? ബസ്സൊന്നും വന്നില്ല, വരും ഇപ്പം. നാരായണ ബസ് വന്നുണ്ടോ? പോയാ അതെന്താ ഉണ്ടാക്കുന്ന? എന്നാ നീ പറ, എന്താ വേണം? എന്താ സ്മെല്ല്? ഏ ഞാൻ അവിടെ നിൽക്കാം, അവിടെ നിൽക്കാം, അവിടെ അവിടെ അവിടെ. അങ്ങോട്ട് പോലെ ബസ് വരും, ഇപ്പം വരും. അല്ല മീൻ വരുമോന്നോ? എന്തിനാ മീന്? ഒന്നുമില്ല. ഗോതമ്പ് ദോശയും സാമ്പാറും. എനിക്ക് ഗോതമ്പ് ദോശ അത്ര വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞു സാമ്പാറും ഇന്ന് തന്നെ ഉണ്ടാക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീരുമാനിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അമ്മ ഗോതമ്പ് ദോശയും സാമ്പാറും ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് നാളായല്ലോ ഉണ്ടാക്കിയത്, അതുകൊണ്ട് അതിനോടൊരു താല്പര്യം. സ്ഥിരമാകുമ്പോഴാണല്ലോ മടുപ്പെല്ലാത്തിനോടും. ഇവിടെ അടുത്ത പണി ഇവിടെ എല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വരുമോ ചേട്ടാ? ഇതെല്ലാം ഈ ഫ്രിഡ്ജിൻ്റെ പെട്ടിയെല്ലാം കൂടെ എടുത്ത് മാറ്റും. അപ്പം അങ്ങോട്ട് ഇച്ചിരി കൂടെ സ്ഥലം കിട്ടും. പിന്നെ രാവിലെ അത്രയും ചെയ്ത് വെച്ചു. ഞാൻ ഷാമ്പൂ വിടാൻ പോയിട്ടുണ്ട്, അമ്പലത്തിലും പോയിട്ട് വന്നിട്ട് ബാക്കി കൂടെ ചെയ്യും. എന്നോട് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. ഹെൽപ്പ് ചെയ്യാം. അവിടുത്തെ കുറച്ച് പണിയൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കൂടണം.
ആ വലിയവർക്കാ. നിന്റെ പ്രഷർ കുറഞ്ഞോ? ആ ഷാമ്പൂ ഇടുന്ന പ്രഷർ അത് പിന്നെ രാവിലെ ഇച്ചിരി പ്രഷർ ഉണ്ടാവും എപ്പോഴും. അത് കുറഞ്ഞോ? കുറയാത്തൊന്നുമില്ല ഇതൊക്കെ. ഇല്ല എല്ലാം തരാമോ? വെല്ലവും തരത്തില്ല. അപ്പോൾ ഇത് ദോശയും ചമ്മന്തി അല്ല സാമ്പാറും തരും. ചോറ് മതിയായിരുന്നു. മര്യാദയ്ക്ക് അത് കഴിച്ചോ. കാരണം ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്ന പിന്നെ എന്നാത്തിനാ ചോറ് തന്നാണെങ്കിൽ ഇനി പലഹാരം ഉണ്ടാക്കുന്നില്ല. ഒരു മണ്ണെണ്ണയുടെ മണം വരുന്നുണ്ടല്ലോ. അവിടെ എങ്ങാനും വല്ല മണ്ണെണ്ണ ഇരിപ്പുണ്ടായിരുന്നോ? അത് പോയോ? ഈ പെട്ടി ഇവിടെ വെക്കാനാ? ഈ പെട്ടിക്കൊരു വൃത്തിയില്ലല്ലോ. ശ്യാമളമ്മയുടെ നൈറ്റ് ഇട്ടാൽ ശ്യാമളമ്മ വല്ലതും പറയുമോ? ശ്യാമളമ്മയുടെ പുതിയ നൈറ്റ്. അപ്പം ഞാനിട്ട ചേട്ടാ ഇതൊന്നും മനസ്സിലായില്ലേ? ഇതാണ് ശ്യാമളമ്മയുടെ പുത്തൻ നൈറ്റ്. അതുകൊണ്ട് ഞാനിട്ടിട്ട് കൊള്ളത്തില്ലെന്നാണോ അതോ ശ്യാമളമ്മയുടെ നൈറ്റ് കൊള്ളത്തില്ലെന്നാണോ? പുതിയതാന്ന് പോയിട്ട് പഴയതാന്ന് പോലും തോന്നില്ല. ഞാൻ കളയാൻ പറ്റുന്ന മറുകാണോ? അല്ല, എലിയാ എലി എലി. കൊള്ളാം. അതിനെ ഒന്നും കൊള്ളത്തില്ലല്ലോ. ഉണങ്ങിയതല്ലേ. ഞാനോർത്ത് ഇനി അതും കൂടെ കൊണ്ട് അവിടെ കൊണ്ട് പിടിപ്പിക്കും. വേണ്ട ചേട്ടാ, എനിക്ക് പണിയൊന്നും 40 മടിച്ചാണ് അറിയാലോ. മൊത്തം വേറെ അതിനകത്തല്ലേ? ആ ഇപ്പം തുലാമഴ ഇല്ലേ? ഇല്ല, അതൊക്കെ വന്നോളൂ. വരുത്താം, വേണേ വരുത്താം. നീ വിചാരിച്ച വരാത്ത മഴയില്ല. മഴയെന്ന് പറഞ്ഞാൽ നിന്റെ കാമുകി നല്ല അർത്ഥം. ഞാൻ മഴ വരുത്തുന്നില്ലെങ്കിലോ? ഇട്ടിട്ട് പോയില്ല നീ കാരണം. അതാ എത്ര നാളും പെയ്തോണ്ടിരുന്നേ, ഇടപെടവില്ലാതെ പെയ്തോണ്ടിരിക്കുക. നമ്മളെങ്ങനെയെന്നറിയോ, ഇതുപോലെ പണി ചെയ്യുമ്പം വേണ്ടി അതിനു വേണ്ടി മാത്രം ഒരു കയ്യിലും ഒരു പഴയ ബനിയും വെക്കണം. നമ്മളെ നല്ലതിട്ടുകൊണ്ട് പണീൻ്റെ അവിടെ അവത്തെ കറ പറ്റിച്ച് ഓ അതെന്നെ മൂടാ.
അത് കാച്ചിലല്ല, അത് വെറും മൺകൂനയാണ്. മൺകൂന കാച്ചിലാന്ന് നിർത്തണമെന്നേ. നോക്കിക്കേ, അതിപ്പോ എടുത്ത എന്ത് വരുന്നു? കാച്ചിലില്ല. ഓ എനിക്ക് വേണ്ട. ഈ കാച്ചിൽ ഇഷ്ടമല്ല എനിക്ക്. ചേന, ചേമ്പ്, കപ്പ, മധുരക്കിഴങ്ങ് അങ്ങനെയൊക്കെ ഇഷ്ടം. ഈ കാച്ചിൽ ഇഷ്ടമല്ലെന്നല്ല, ഇഷ്ടമാണ്. നിങ്ങൾ വലിയ താല്പര്യമില്ല. ചേനയൊക്കെ ആണെങ്കിൽ ഞാൻ നോക്കും. ആരട്ടെ പണ്ടത്തെ അല്ലേ? ഓ ആ പെട്ടിക്ക് ഇത്രയും മണ്ണുണ്ടായിരുന്നല്ലേ? നോക്കട്ടെ. പുതിയ വാതിൽ, പഴയ വാതിൽ. ഇതിൽ കൂടെ ഷാമ്പൂ ചാടാതിരുന്നാൽ മതി. എന്നാന്ന് വെച്ചാൽ ഈ കല്ലൊക്കെ വെച്ചേക്കുന്നുണ്ട് കേട്ടോ. നമ്മളത് പുതിയ വഴിയാണ്, നമ്മൾ ഇതിലെ കൂടെ ചാടും. എന്നാടാ പൊന്നെ, ശാംഭവി അല്ല നാരായണി വരാൻ സമയമായി. അയ്യപ്പ നോക്കട്ടെ. ഓളങ്ങും അല്ല, നോക്കെ വെറുതെ വിളമ്പരാന്ന്. നോക്കിയിട്ടൊക്കെ വേണം അവിടെ ഇറങ്ങാൻ എപ്പോഴും. പേന ഇപ്പോൾ വെളി വെച്ചാണോ നടക്കുന്നത്? ബിസിനസ് കാര്യങ്ങളോ? നീ പഠിക്കാൻ പോകുന്നതാണോ ബിസിനസ് ചെയ്യാൻ പോകുന്നതാണോ? ബിസിനസ് സ്റ്റഡീസ് ഉണ്ടെന്ന് എനിക്കറിയാം. ഓ ആണോ? എന്താ പൊന്നോ, ആ മുടിയെ തല നിറച്ച് എണ്ണ തേച്ച് ആദ്യം പോയി. നാളെ ക്ലാസ് ഉണ്ടോ? ആ തല നിറച്ച ഇന്നങ്ങ് തേക്ക്. അമ്മേ എപ്പടി എന്നാണ് വഴി ഇട്ടതാണോ? വഴി ഇട്ടതാ. ഒന്നും അത്ര എത്രയാണോടി ഇങ്ങനെയാണോ ഇടുന്നത്? എല്ലാം ഇപ്പം ഒന്ന് വൃത്തിയാക്കിയതേ അല്ലേ ഉള്ളൂ. ബാക്കി ഇനിയിപ്പോൾ സ്റ്റെപ്പൊക്കെ ഇടണം, അതൊക്കെ ശരിയാക്കണം. അവിടുത്തെ കുറെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ ഇനി. ഷാമ്പു എല്ലാം കൂടെ കയറിയ ആ കല്ലെങ്ങാനുമേ. അതുകൊണ്ട്
ഇതിലെ കൂടെ കയറുന്നില്ല. തൽക്കാലം ഇതിലെ കൂടെ കയറുകയാണ്. നമ്മൾ കയറും, ഷാമ്പൂ വരണ്ട. ഓക്കെ, എങ്ങനുണ്ട്? എങ്ങനുണ്ടെന്ന് ഇത് പുതിയത്? നീ പിന്നെ എന്നാ ഉദ്ദേശിച്ചത്? എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിച്ചപ്പം പിന്നെന്താ ഇത്ര ഇതായിട്ട് ഇരിക്കാനുള്ളത്? ഇതിപ്പോ എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിക്കുമ്പോ പിന്നെ എന്താണ് എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നത്? എന്നാൽ വെള്ളിയാഴ്ച ആയതുകൊണ്ട് വണ്ടി നേരത്തെ വരും. അതിങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്തെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ശാംഭവിയുടെ ബസ് നേരത്തെ വരും. വെള്ളിയാഴ്ച കാര്യം ഓർത്തില്ല, പക്ഷെ ചേട്ടാ പോയിട്ടുണ്ട്. ബസ് വരാറായി, അവിടെ എത്തിക്കണം. ഇനിയുണ്ട്, കുറേ പണികളും കൂടെ ഇനിയുണ്ട്. ഇവിടൊക്കെ ഇവിടെ എനിക്ക് മാറ്റണം. ആ ബസ് നേരെ സാമ്പവി എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അവരെല്ലാം ഇറങ്ങി കഴിഞ്ഞാൽ ഓട്ടോ വരുമോ? ഓട്ടോ ഉണ്ടോ? വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങി നടക്കരുതെന്ന് പറഞ്ഞാൽ വണ്ടിക്കകത്ത് ഓട്ടോ ഒന്നുമില്ല. നടന്നേ ചേട്ടൻ പറഞ്ഞ കേട്ടോ. നീ ചേട്ടൻ പിന്നെ ജയൻചേട്ടൻ എന്നാ പറഞ്ഞേ? നീ ആ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റ് നടക്കുവാന്ന്? മോന്തം കുത്തി വീഴും. കഴിഞ്ഞ ദിവസം വീണില്ലേ? അതുപോലെ വീഴും വണ്ടി ഓടുമ്പം നടന്ന. എപ്പോഴാണോ? വേണ്ട, പിടിക്കണ്ട, പോ. ചോറ് കുത്തും നിനക്കിട്ട് നിന്നോട് തന്നെ പറഞ്ഞെന്ന് കേട്ടോ. ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റ് നടക്കരുത്, സീറ്റിൽ തന്നെ ഇരിക്കണം. കുസൃതിയാ, നിന്നെ വഴക്ക് പറയുന്നു. പൊക്കടി എന്തോ താഴെ ഇട്ടു. ഇന്നൊന്നുമല്ല, പഴയതാ. ഓണപ്പാട്ടിൽ തുമ്പപ്പൂവിൽ തുമ്പപ്പൂവേ അമ്മ അച്ഛൻ എന്തിനാ വരുവോ? പേരെന്നാ? പേരെന്നാ? അമ്മ എന്തേ? പേരെന്നാ ചേച്ചി? അമ്മ എന്തേ? അമ്മ വരിക്കാനിത് പെങ്ങുന്ന അതിന്റെ അമ്മ. അതിന്റെ അമ്മ അതെ നിഷ. അത് നിഷ.
വാ 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 വാ. ഞാൻ പറയട്ടെ വേണ്ട 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 വേണ്ട. ചേച്ചിയെ ചോറുണ്ടോ? അല്ല അവിടെ ഉണ്ട്, സ്കൂളിലുണ്ട്. ആ പോയേടി. ചേച്ചി ഞാൻ പറയട്ടെ വേണ്ടെന്ന് ഞാനാ പറയാം. ഇതെന്താ കഴിഞ്ഞു നിന്റെ കറച്ചാ. ആ ഒന്നുമില്ല. അവിടെ നിന്നും വിളിക്കും, ഇവിടെ നിന്നും വിളിക്കും. ബാടി ബാടി. കല്ലേ ഇരിക്കാൻ പറ്റില്ലേ അപ്പ എന്നാ കെട്ടിടുവോ? ആ ബസ്സെ പിടിച്ച് ബെൽറ്റ് ഇട്ട് വെക്കാൻ പറയും നിന്നെ. വേണ്ട കുറേ കപ്പളം നിൽപ്പുണ്ടായിരുന്നു, അതെല്ലാം വെട്ടി. കുറേ കപ്പളം കപ്പളങ്ങയാണോ? എല്ലാം വെട്ടിക്കളഞ്ഞു. വെട്ടിക്കളഞ്ഞു. കപ്പളങ്ങയാണോ? കപ്പളങ്ങയാണോ? കപ്പളം കപ്പളങ്ങയാ? കപ്പളം. ഹായ് ഹായ് ആരും പോയില്ല. പിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അറസ്റ്റ് ചെയ്തുകൊണ്ട് വേണ്ട വേണം. ഹായ് ഹായ് ഞാൻ പറയത്തില്ല. എന്നാ എന്നാ പോവാം. വാ. നല്ല സ്കൂളാണല്ലോ. ആണോ? ആ എന്നാ പറഞ്ഞു? സ്കൂളിൽ ചോറുമുണ്ട്. എന്നാ ചോറിന് കറി? കടലക്കറിയും കപ്പളങ്ങാത്ത വരും. ആഹാ മതിയോ? മതി. പിന്നെ പക്കാപടയും വെച്ചു. പക്കാവിടെ എവിടുന്നാ കിട്ടിയ കഴിച്ചേ? അത് നീ കൊണ്ടുപോയല്ലേ? ഞാൻ തന്നെ എടുത്തു. നീ കൊണ്ടുപോയല്ലേ? ഞാൻ തന്നെ എടുത്ത്. ആ ടീച്ചർ ഉണ്ടായിരുന്നോ നിന്റെ? വാ. രാജൻ ചേട്ടൻ എന്തിയെ? രാജൻ ചേട്ടൻ ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നു കേട്ടോ. വലിയ കാര്യമായി. ആ എവിടെയാണ്ട് പോയാലേ എനിക്കറിയത്തില്ല. ആ മിണ്ടാതെ പൊക്കോ, മിണ്ടാതെ കയറി പൊക്കോ. പട്ടി കുറയ്ക്കുമ്പോൾ ജയൊക്കെ ഇറങ്ങി വരും. പട്ടി കുറയ്ക്കാതെ പയ്യെ പോവും. കണ്ടോ കണ്ടോ കുറപ്പിച്ചു. നീ ഒറ്റ ഒരു പാർട്ടിക്കാൻ കണ്ടോ. താഴെ പട്ടിയുടെ കുര കെട്ടു. ശാംഭവി വരുന്നുണ്ടാവാം. അവിടുന്ന് വിളി തുടങ്ങും ചെയ്യുന്നതെന്ന്. ഇല്ല. സുന്ദരിയേ, ഇന്ന് ക്ലാസ് ഉണ്ടോ? ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, അതല്ല എൻ്റെ പൊന്നു പോയേ. ഇന്നുണ്ടായിരുന്നു, മോൻ പോയി തിരിച്ചു വന്നു. നാളെ ക്ലാസ് ഇല്ല, നാളെ സാറ്റർഡേ. എന്തിന്? അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങി കഴിഞ്ഞ് പിന്നെ ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. ശാല നേരം നേരം ബസ്സിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റാണ്. എണീറ്റാണോ? ആ എന്നാ പരിപാടിയാ കാണിച്ചേ? എന്തിനാ എണീറ്റ് നടക്കുന്നേ? കുഞ്ഞു നീ വീഴത്തില്ലേ? അതിനെന്നാന്നറിയോ, ആ ഫ്രണ്ടിൽ തന്നെ ഇരുത്തണം അന്നേരം. ആ അന്നേരം ബെൽറ്റ് ഉണ്ടല്ലോ, ഒരു ബെൽറ്റും കിട്ടും ഇരിക്കണം. അതെന്നാന്നറിയോ, ഇപ്പൊ 2 പേരില്ലെന്നേ, ആ പുള്ളി മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് പിന്നെ അമലില്ലല്ലോ, അതായിരിക്കും.
ജയൻചേട്ടൻ മാത്രമേ കാണുള്ളൂ. 2 പേരുണ്ടായിരുന്നു ഇല്ലല്ലോ? ആ ജയൻചേട്ടൻ മാത്രമേ ഉള്ളൂ, അതാണ്. ശാമ്പവി കണ്ടില്ലല്ലോ. ഞാൻ ഒന്നും പാല് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ എന്നാ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. പാൽ അതുപോലെ തന്നെ കാച്ചി വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്തില്ല. ബാക്കി എടുക്കുന്നവരുടെ ബാക്കി എനിക്ക് വേണം. ഇനി വെള്ളം ചേർത്ത് വെച്ചാലോ? ആ ഒറ്റ കാച്ചാലേ എനിക്ക് ആവശ്യമുള്ള എനിക്കൊരു ഇത് വേണം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഓക്കെ ഗൂഗിൾ. ആ അല്ല പറഞ്ഞിട്ട് പോകണം. ഇത് ഞാൻ എന്തായാലും ഇപ്പോൾ ചെയ്തെങ്കിൽ തന്നെ എൻ്റെ തലയിൽ അതും ഇതൊക്കെ പറയും എന്നോട്. എന്നാൽ ഞാൻ നല്ല കഴിച്ചിരിക്കാം. അമ്മായിമ്മ വീട്ടിലൊക്കെ ഇങ്ങനെ ആവശ്യമില്ലല്ലോ. എന്തുവാ ഇത്? എന്നാടാ? എന്നാ അപ്പ പണി ചെയ്തു. അതിൽ കൂടെ കയറണ്ട. അവിടെ കല്ലിങ്ങനെ പൊക്കി വെച്ചേക്കുന്നോണ്ട് അവിടെ അതിൽ കൂടെ കയറണ്ട കേട്ടോ. പിന്നെ അതൊക്കെ മാറ്റി ശരിയാക്കിയിട്ട് എൻ്റെ പൊന്നെ അതിൽ കൂടെ കയറിയാൽ മതിയേ കേട്ടോ. അതിൽ കൂടെ ഇറങ്ങണ്ട. അവിടെ കല്ല് കണ്ടോ പൊങ്ങിയിരിക്കുന്ന കല്ല് മോനകത്ത് കാലേ വീഴും. കണ്ടോ ഇതുകൊണ്ട് എങ്ങനെയുണ്ട് ശംഭു? സൂപ്പറാണോന്ന് പറ. പാട്ടൊക്കെ പിന്നെ വെക്കാം. ഓക്കെ ഗൂഗിൾ കിച്ചൺ ലൈറ്റ് ഓൺ. എങ്ങനെ ഉണ്ടെന്ന് പറ. എന്നാ പോയി ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കുക.